ഇന്നലെ നമ്മൾ മൊഡ്യൂൾ 2-ന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ പഠിച്ചു. So today we are going to discuss about the chemical characteristics of water. വാട്ടറിന്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്തൊക്കെ അതിനകത്ത് വരും അല്ലേ? എന്തൊക്കെയായിരിക്കും അതിനകത്ത് വരിക? ഫസ്റ്റ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് വരുന്നതാണ് pH അല്ലേ? pH, അതേപോലെ വരുന്നതാണ് conductivity, salinity, alkalinity, hardness, different types of ions present in water, then heavy metals, dissolved oxygen, BOD, that is biochemical oxygen demand, chemical oxygen demand. ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ വരുന്നത് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് വരുന്നത്. ഫസ്റ്റ് ഈസ് pH, second one is എന്തൊക്കെയാണ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്? pH, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, സാലിനിറ്റി, ആൽക്കലിനിറ്റി, ഹാർഡ്നെസ്, മേജർ അയേൺസ് ഇൻ വാട്ടർ, heavy metals, dissolved oxygen, then biochemical, that is biochemical oxygen demand, that is BOD, and chemical oxygen demand, that is COD. Okay, BOD, COD important ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ് BOD and COD. Okay, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നതാണ് pH. What do you mean by pH? എന്താ pH എന്ന് വെച്ചാൽ സാധാരണ എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ pH എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. pH എന്തായിരിക്കും? What is the pH? എന്തായിരിക്കും pH എന്ന് വെച്ചാൽ ഇപ്പൊ വാട്ടറിന്റെ pH, ബ്ലഡിന്റെ pH അല്ലെ, അല്ലെങ്കിൽ ലൈം വാട്ടറിന്റെ pH, ഓഷ്യൻ വാട്ടറിന്റെ pH, അങ്ങനെ നമ്മൾ pH നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. So what is pH? എന്താ pH എന്ന് വെച്ചാൽ that means pH is the measure of how acidic or basic the water is. എത്രത്തോളം അസിഡിക് ആണോ, എത്രത്തോളം ബേസിക് ആൽക്കലൈൻ ആണോ, അല്ലെങ്കിൽ ബേസിക് ആണോ വാട്ടർ, അങ്ങനെ അനുസരിച്ചിരിക്കും എന്താ pHന്റെ വാല്യൂസ്. ഓക്കെ, അസിഡിക് ആണെങ്കിൽ pHന്റെ വാല്യൂ കുറവായിരിക്കും, ബേസിക് ആകുന്നതോറും pHന്റെ വാല്യൂ ഇങ്ങനെ കൂടിക്കൂടി വരും. ഓക്കെ, അതാണ് pH. ഓക്കെ, ഇപ്പൊ ലൈം വാട്ടറിനൊക്കെ എടുക്കുകയാണെങ്കിൽ pH കുറവായിരിക്കും. കാരണം എന്താണ്, അതിന് ലൈമിൽ നമ്മൾ സിട്രിക് ആസിഡ് ആണ് അല്ലേ, അപ്പോൾ അത് ആകുമ്പോൾ ആസിഡിറ്റിയുടെ കണ്ടന്റ് അവിടെ കൂടുതലാണ്, അപ്പോൾ അവിടെ pHന്റെ വാല്യൂ കുറവായിരിക്കും. പക്ഷേ സാധാ വാട്ടർ ആകുമ്പോൾ pHന്റെ വാട്ടർ കൂടുതലാണ്, അപ്പോൾ അതിനനുസരിച്ച് pHന്റെ വാല്യൂ കൂടുതലായിരിക്കും. കാരണം ബേസിക് കണ്ടന്റ് ആണ് വില കൂടുതലും, അപ്പോൾ അത് ബേസിക് ആകുമ്പോൾ എന്താണ് നമ്മുടെ pHന്റെ വാല്യൂ ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ pH എന്ന് പറയുന്നത് എപ്പോഴും വെരി അസിഡിക് ആണെങ്കിൽ 0 ആയിരിക്കും, വെരി അൽക്കലൈൻ ആണെങ്കിൽ 14. ഓക്കെ, അപ്പോൾ pHന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 to 14 വരെ ആയിരിക്കും pHന്റെ വാല്യൂ, 0 to 14. ഓക്കെ, നമ്മൾ ഓരോന്ന് പറയാനായിട്ട് നമുക്ക് പഠിക്കാം. pH ആണ് നമ്മൾ ആദ്യം
എച്ചിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റേഞ്ചസ് ഫ്രം 0 to 14. അതായത് ഹൈലി ആസിഡിക് ആണെങ്കിൽ, വെരി ആസിഡിക് ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ഹൈലി ആൽക്കലൈൻ ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 14 ആണ്. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പി എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് എന്തിൻ്റെയാണ്? എച്ച് ഹൈഡ്രജന്റെ ആണ് അല്ലെ. ഹൈഡ്രജന്റെ സിമ്പിൾ ആണ്, ഹൈഡ്രജൻ എലമെന്റിന്റെ സിമ്പിൾ ആണ് എച്ച് എന്ന് പറഞ്ഞാൽ അല്ലെ. സോ ഇറ്റ് ഈസ് ദി നെഗറ്റീവ് ലോഗ് ഓഫ് പി എച്ച് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് നമുക്ക് അതെങ്ങനെ മെഷർ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗ് ഓഫ് ദ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷന് നെഗറ്റീവ് ലോഗ് എടുക്കുമ്പോഴാണ്, അതാണ് പി എച്ച്. ഓക്കെ, ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗ് ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് H concentration. Okay, this is the negative log of hydrogen ions. Ion concentration ആണ് H plus ആവും H minus ആവും. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ അയോണിന്റെ നെഗറ്റീവ് ലോഗിന്റെ മെഷർ ആണ് എന്തെന്ന് പറയുന്നത്? പി എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ ഇപ്പോൾ ആസിഡിക് ആണെങ്കിൽ ഒരു 4.5 വരെയൊക്കെ ആസിഡിക് ആയിട്ടുള്ള നേച്ചറൊക്കെ ആയിരിക്കും. പിന്നെ 10 അതുപോലെ 14 വരെയൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ എന്താണ്, ആൽക്കലൈൻ നേച്ചറായിട്ട് മാറും അല്ലേ. അപ്പോൾ അതേപോലെ പി എച്ചിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഓരോ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഫിഷിന് ഈ ജീവിക്കണമെങ്കിൽ ഒരു പി എച്ച് ലെവലാണെങ്കിൽ മാത്രമേ അവിടെ ഫിഷിന് ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പി എച്ചിന്റെ ഓരോ ആനിമൽസിനും അല്ലെങ്കിൽ ഓരോ ഇതിനും എന്താ പറയുക, ഒരു ടൈപ്പ് പി എച്ച് ഉണ്ടാവും, ഒരു പെർട്ടിക്കുലർ വാല്യൂസ് ഓഫ് പി എച്ച് ഉണ്ടാവും. അതിന് മാത്രമേ അവിടെ അതിന് വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ അതേപോലെ ഇപ്പോൾ പി എച്ചിന്റെ എന്തെങ്കിലും സാധാരണ പി എച്ചിന് കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടെങ്കിൽ അർത്ഥം അവിടെ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആഡ് ചെയ്തിട്ടുണ്ട് പി എച്ചിന്റെ ഇപ്പോൾ പി എച്ചിന്റെ വാട്ടറിന്റെ പി എച്ച് 7. അപ്പോൾ അതിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അവിടെ എന്തെങ്കിലും കമ്പോണൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാമിനൻസ് നമ്മൾ അവിടെ ആഡർ ആയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. ഓക്കെ, ആക്ച്വൽ പി എച്ചിനും വേരിയേഷൻ വരികയാണെങ്കിൽ അതാണ് ഇത് മീൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ് പി എച്ച്. നെക്സ്റ്റ് പാരാമീറ്റർ ആണ്, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. വാട്ട് ഡു യു മീൻ ബൈ കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എബിലിറ്റി ടു കണ്ടക്ട് അല്ലെ. കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഇറ്റ് ഈസ് ദി കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ. ഇപ്പോൾ വാട്ടറിന്റെ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു കണ്ടക്ട് ആൻ ഇലക്ട്രിക് കറന്റ് ആസ് എ റിസൾട്ട് ഓഫ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് dissolved solids into positively and negatively charged ions. ഓക്കെ, അതായത് ഇപ്പോൾ വാട്ടറിനുള്ളിൽ H2O ആണ് വാട്ടർ അല്ലേ. വാട്ടർ അല്ലാതെ പല എലമെന്റ്സ് അതിനകത്ത് ഉണ്ടാവും. സോഡിയം ഉണ്ടാവും, പൊട്ടാസ്യം ഉണ്ടാവും അല്ലെ, കാൽഷ്യം ഉണ്ടാവും, മെഗ്നീഷ്യം ഉണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് കമ്പോണൻസ് അതിനകത്ത് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ അയോൺസ് ഇപ്പോൾ NaCl അല്ലെങ്കിൽ ഇപ്പൊ ഉപ്പിന്റെ അംശം ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? NaCl ആവും അല്ലെ. അപ്പൊ നൈട്രജൻ ഉണ്ടാവും, ക്ലോറിന്റെ അംശം ഉണ്ടാവും അല്ലെ. സോഡിയം ഉണ്ടാവും, ക്ലോറിൻ ഉണ്ടാവും. അല്ലെങ്കിൽ കാൽഷ്യമിന്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ കാൽഷ്യം ഉണ്ടാവും, അതുപോലെ കാൽഷ്യം ഉണ്ടാവും. പിന്നെ അതേപോലെ ഇപ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ മെഗ്നീഷ്യം അയോൺ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ അയോൺസിന്റെ ഒക്കെ മൂവ്മെന്റ് കാരണം, അയോൺസ് മൂവ് ചെയ്യാന്ന് വെച്ചാൽ അവിടെ എന്ത് സംഭവിക്കും? കറണ്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ അയോൺസ് അത് മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. ഓക്കെ, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ് ക്ലോറിൻ അല്ലെ. NaCl ആകുമ്പോൾ NaCl ക്ലോറിൻ മൈനസ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നൈട്രേറ്റ്, SO4, അതുപോലെ കാർബണേറ്റ്, ബൈകാർബണേറ്റ്, നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്. These are the negatively charged ions. ഇതിങ്ങനെ പോസിറ്റീവ്ലി ചാർജ് അയോൺസ് ഉണ്ടാവും, അതേപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ് അയോൺസും നമ്മുടെ ഇതിലുണ്ടാവും, വാട്ടറിലുണ്ടാവും. അപ്പൊ ഈ പോസിറ്റീവ്
ചാർജ് അയോൺസും നെഗറ്റീവ് ചാർജ് അയോൺസും മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, വാട്ടറിൽ മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ കണ്ടക്ഷൻ ഇൻ സെൽഫ് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ബട്ട് ഇറ്റ് ഈസ് unvaluable indicator of the range of hardness, alkalinity and the dissolved solids content of the water. അതായത് ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ സോൾവെൻസ് വാട്ടറിൻ്റെ ഉള്ളിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഈ കണ്ടക്ടിവിറ്റി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഓരോ വാട്ടറിനും കണ്ടക്ടിവിറ്റി വ്യത്യാസം ഉണ്ടാവും. കാരണം മുനിസിപ്പൽ വാട്ടറിന് റെയിൻ വാട്ടർ, അതുപോലെ ലേക്കിലുള്ള വാട്ടർ, അപ്പോൾ എല്ലാ വാട്ടറിനും ഓരോ വാട്ടറിനും ഇപ്പോൾ മുനിസിപ്പാലിറ്റി വാട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ചെയ്ത് വരുന്ന വെള്ളമാണ് അല്ലേ, പല പ്രോസസ്സും പ്യൂരിഫിക്കേഷൻ പ്രോസസ്സും ക്ലോറിനൊക്കെ ഇട്ട് പ്യൂരിഫൈ ചെയ്ത് വരുന്ന വെള്ളമാണ് മുനിസിപ്പാലിറ്റി വാട്ടർ അല്ലേ. അപ്പോൾ ആ വാട്ടറും അതേപോലെ തന്നെ നമ്മുടെ റെയിൻ വാട്ടർ എടുക്കാം. റെയിൻ വാട്ടർ എന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് വരുന്നതാണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ പ്യൂരിഫിക്കേഷൻ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് തമ്മിലാകുമ്പോൾ അത് രണ്ടിൻ്റെയും കണ്ടക്ടിവിറ്റി വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ വാട്ടറിനും എവിടെ നിന്നാണോ നമുക്ക് ആ വാട്ടർ ഇടുന്നത് ആ വാട്ടർ അനുസരിച്ചിട്ട് അതിൻ്റെ കണ്ടക്ടിവിറ്റി വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, കണ്ടക്ടിവിറ്റി വിൽ വേരി വിത്ത് വാട്ടർ സോഴ്സസ്. എക്സാമ്പിൾ ഗ്രൗണ്ട് വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ അഗ്രികൾച്ചർ വാട്ടർ, മുനിസിപ്പാലിറ്റി വാട്ടർ, റെയിൻഫാള്. ഓക്കെ, സോ കണ്ടക്ടിവിറ്റി അനുസരിച്ച് നമുക്ക് വേസ്റ്റ് വാട്ടർ ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം കണ്ടക്ടിവിറ്റി വേസ്റ്റ് വാട്ടർ ഒക്കെ ആണെങ്കിൽ അവിടെ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും അല്ലേ. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ വേസ്റ്റ് കണ്ടാമിനൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് ഈ കണ്ടക്ടിവിറ്റി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ വാട്ടറിൻ്റെ ഉള്ളിലുള്ള അയോൺസ്, പോസിറ്റീവ് ചാർജ് അയോൺസ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് അയോൺസ് ഉണ്ട്. ആ അയോൺസ് മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ കറണ്ട് ഉണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കണ്ടക്ടിവിറ്റി ഡിഫറെൻ്റ് അയോൺസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ വാട്ടർ ആഡ് ചെയ്യും അല്ല, ഈ എണ്ണയും സിയും H2 Mg ഒക്കെ വരണമെങ്കിൽ അവിടെ എന്ത് വേണം, അവിടെ ഈ പൊല്യൂട്ടൻസ് ആഡ് ചെയ്താലല്ലേ ഇതേപോലെ സോഡിയം പൊട്ടാസ്യം മെഗ്നീഷ്യം ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ആവുള്ളൂ അല്ലേ. അപ്പോൾ പ്യുവർ വാട്ടർ എന്ന് വെച്ചാൽ H2O ആണ് അല്ലേ, അതിനകത്ത് സോഡിയം പൊട്ടാസ്യം ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, അവിടെ വാട്ടർ പൊല്യൂട്ടഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓരോ അയോൺസ് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് കണ്ടക്ടിവിറ്റി വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ ടൈപ്പ് പൊല്യൂട്ടൻ്റ് ആണെങ്കിലും അതിൻ്റെ കണ്ടക്ടിവിറ്റി വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സാലിനിറ്റി. നെക്സ്റ്റ് സാലിനിറ്റി. സാലിനിറ്റി, സലൈൻ വാട്ടർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഉപ്പുവെള്ളം അല്ലെ. ഉപ്പുവെള്ളത്തിനാണ് നമ്മൾ സലൈൻ വാട്ടർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സോ ഇറ്റ് ഈസ് സാലിനിറ്റി ഇസ് എ മെഷർ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ അല്ലെ. ഇറ്റ്സ് എ മെഷർ ഓഫ് amount of salts in water. വാട്ടറിലുള്ള സോൾട്ടിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാട്ടറിലുള്ള സോൾട്ടിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ സാലിനിറ്റി എന്ന് പറയുന്നത് അല്ലേ. കാരണം ഇപ്പോൾ സാലിനിറ്റി ഇൻക്രീസ് ആണെങ്കിൽ അപ്പോൾ അതെന്ത് സംഭവിക്കും, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സീ വാട്ടറിലുള്ളത് എന്താണ്, NaCl ആണ് അല്ലേ. അപ്പോൾ NaCl അതേപോലെ തന്നെ സോഡിയം ക്ലോറൈഡ്, കാർബണേറ്റ്, സൾഫണേറ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ സാലിനിറ്റി വ്യത്യാസപ്പെടും, അതേപോലെ തന്നെ അപ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഈ സാലിനിറ്റി കൂടുന്തോറും ഉപ്പ് വെള്ളമൊക്കെ നമ്മൾ ഇതിന് യൂസ് ചെയ്യാറുണ്ടോ, എന്താ പറയുക, കൃഷിക്ക് ഉപ്പ് വെള്ളം യൂസ് ചെയ്യാറുണ്ടോ, ഇല്ല അല്ലേ. ഇപ്പം നിങ്ങൾ ഇപ്പോൾ റോഡരികിലൊക്കെ ഇപ്പോൾ തോടിൻ്റെ അരികിലൊക്കെ ഉപ്പ് രസം ഉണ്ടെങ്കിൽ അവിടെ ചെടികളൊന്നും അങ്ങനെ വളരില്ല എന്ന് പറയും അല്ലേ. കാരണം എന്താണ്, ഉപ്പ് രസം ഉണ്ടെങ്കിൽ അത് അഗ്രികൾച്ചറിനെ ബാധിക്കും അല്ലേ. അപ്പോൾ ഈ സീ വാട്ടറൊക്കെ കൊണ്ടുപോയി വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴിക്കാൻ, നമ്മുടെ ചെടിക്ക് കൊണ്ടുപോയി ഒഴിക്കാൻ പറ്റില്ല, കാരണം അത് അതിനെ വളർച്ചയെ ബാധിക്കും. അപ്പോൾ സാലിനിറ്റി ഈസ് അനദർ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ ബിക്കോസ് ഇറ്റ് സാലിനിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ അഫക്ട് ഈവൻ ഡ്രിങ്കിങ്. നമുക്ക് സാലിനിറ്റി ഉള്ള വെള്ളം, ഉപ്പ് രസമുള്ള വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുമോ, ഇല്ല അല്ലേ, നമുക്കത് പറ്റില്ല, കുടിക്കാനായിട്ട് പറ്റില്ല.
അപ്പോൾ നമുക്കത് ഫിറ്റ് അല്ല, ഡ്രിങ്കിങ്ങിന് ഹെൽത്തി അല്ല സലൈൻ വാട്ടർ കുടിക്കുന്നത്. ഇപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ ഉപ്പിട്ട് കുടിക്കുന്ന പോലെയല്ല, അവിടെ ആൽക്കലൈനും കൂടി അവിടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഉപ്പിട്ട് കുടിക്കുന്നത്. അപ്പോൾ അല്ലാതെ ഫുൾ ടൈമിൽ നമുക്ക് ഉപ്പ് വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ഓക്കെ, സോ സാലിനിറ്റി ഈസ് അനദർ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ സാലിനിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് സോൾട്ട് പ്രൊഡ്യൂസ് ഇൻ വാട്ടർ. വാട്ടറിലുള്ള സോൾട്ടിൻ്റെ കണ്ടന്റിനെയാണ്, ആ മെഷർമെൻറ്റിനെയാണ് നമ്മൾ സാലിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് is alkalinity. Alkalinity. What do you mean by alkalinity? Alkaline എന്ന് വെച്ചാൽ അവിടെ എന്താ അർത്ഥം? ബേസിക് ആയിട്ടുള്ള സംഭവത്തിന് നമ്മൾ ആൽക്കലൈൻ എന്ന് പറയുന്നത് അല്ലെ, ഒരു പുളിപ്പ് രസം അല്ലെ, ഒക്കെയാണ് ആൽക്കലൈൻ അല്ലെ. ബേസിക് ആസിഡിനും ബേസിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലെ? ബേസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സോർ ടേസ്റ്റ് ആണ് അല്ലെ, ആൽക്കലൈൻ ആണ്. ഓക്കെ, അപ്പൊ ആൽക്കലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബയോകാർബണേറ്റ്സ്. ബയോകാർബണേറ്റ്സിന്റെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ അവിടെ എന്താ പറയുന്നത്, ബയോകാർബണേറ്റ്സ് ഉണ്ടെങ്കിലാണ് അവിടെ എന്താണ് വാട്ടർ ആൽക്കലൈൻ ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ബയോകാർബണേറ്റ്സ്. ബയോകാർബണേറ്റ്സ് ഉണ്ടെങ്കിലാണ് അതവിടെ ആൽക്കലൈൻ ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ കപ്പാസിറ്റി ഓഫ് ദി വാട്ടർ ടു ന്യൂട്രലൈസ് ആസിഡ്സ് ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ഇറ്റ്സ് ബഫർ കപ്പാസിറ്റി. ആൽക്കലൈൻ ആണോ, ആൽക്കലൈൻ ഇപ്പൊ ബേസും വാട്ടറും കൂടി, ബേസും ആൽക്കലൈനും കൂടി കൂടി ചേർന്നാൽ എന്തായിപ്പം ന്യൂട്രലായി പോകും അല്ലെ. അപ്പൊ ആൽക്കലൈനിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ക്യാൻ ബി ന്യൂട്രലൈസ് ദി ആസിഡ്. ആസിഡിറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റണതിനെ നമ്മൾ ആൽക്കലൈൻ എന്ന് പറയാം അല്ലെ. സോ ഇറ്റ്സ് എ മെഷർ ഓഫ് ദി കപ്പാസിറ്റി ഓഫ് വാട്ടർ ടു ന്യൂട്രലൈസ് ആസിഡ്സ് ആൻഡ് ഇറ്റ് റിഫ്ലെക്ട്സ് ഇറ്റ്സ് ബഫർ കപ്പാസിറ്റി. അപ്പോൾ ബയോകാർബണേറ്റ്സ് ആണ് അല്ലെങ്കിൽ കാർബോക്സൈഡ്സ്. ഓക്കെ, സാധാ കാർബണേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രോ ഓക്സൈഡ്സ് കാരണം അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ആൽക്കലൈൻ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആൽക്കലൈൻ എന്ന് വെച്ചാൽ ലിവിങ് ഓർഗാനിസംസിനെ അഫക്റ്റ് ചെയ്യും. കാരണം അറിയാം, നമുക്ക് ബെസ്റ്റ് ആൽക്കലൈൻ, നമുക്ക് ജീവിക്കാനുള്ള pH വാല്യൂ എന്ന് പറഞ്ഞാൽ 6 to 9 ആണ്. 6 to 9, ഇപ്പൊ വാട്ടറിന് 7 ആണെന്ന് പറഞ്ഞില്ല, അപ്പൊ 6 to 9 ആണെങ്കിൽ നമുക്ക് ഏതൊരു ഫിഷ് ലിവിങ് ഓർഗാനിസംസിനും ആ വാട്ടറിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്ക് അത് കുഴപ്പമില്ല, നമുക്കത് അഫോർഡബിൾ ആണ്. അപ്പോൾ ആൽക്കലൈൻ ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ pHന്റെ വാല്യൂസ് ചേഞ്ച് ആവും അല്ലെ. അപ്പൊ അത് സംഭവിക്കും, അക്വാട്ടിക് ലൈഫിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, it will affect the aquatic life. So alkaline, it is റോക്സ് സോളിഡ്സ് ഒക്കെ അതുപോലെ അതിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനെയും. അപ്പോൾ ആൽക്കലൈനിറ്റി എന്ന് പറഞ്ഞാൽ കാർബണേറ്റ്സും അതേപോലെ തന്നെ ഹൈഡ്രോക്സൈഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെ ആൽക്കലൈൻ വരുന്നത്. അപ്പോൾ ആൽക്കലൈനിറ്റി കൂടുന്നതനുസരിച്ച് അതിൻ്റെ pH വാല്യൂ, നമ്മുടെ വാട്ടറിൻ്റെ pH വാല്യൂ ചേഞ്ചസ് ആവും. അപ്പോൾ നോർമൽ അക്വാട്ടിക് ലൈഫിന് വേണ്ട pH വാല്യൂ ആണ് 6 to 9. pH 6 to 9 ആണെങ്കിലാണ് അത് ബെസ്റ്റ് ഫങ്ഷൻ, ബെസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് pH വാല്യൂ ആണ് 6 to 9. ഓക്കെ, അപ്പോൾ ആ ലെവലല്ലാതെ ഇപ്പോൾ ആൽക്കലൈനിറ്റി കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആൽക്കലൈൻ സബ്സ്റ്റൻസസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ pH വാല്യൂ ചേഞ്ചസ് ആവും. അപ്പോൾ നമുക്ക് ആ അക്വാട്ടിക് ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ആൽക്കലൈൻ. നെക്സ്റ്റ് ഈസ് ഹാർഡ്നെസ്. ഹാർഡ്നെസ് എന്താണ്? ഹാർഡ്നെസ് എന്ന് വെച്ചാൽ എന്താണ് ഹാർഡ്നെസ്? ഇറ്റ് ഈസ് ദി എന്തായിരിക്കും, നമ്മളറിയാം ഹാർഡ്നെസ് ഓഫ് വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? ഹാർഡ്നെസ് ഓഫ് വാട്ടർ, പൊട്ടാസ്യം അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ്,
മഗ്നീഷ്യം കാർബണേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഹാർഡ്നെസ് സംഭവിക്കുന്നത് അല്ലേ. CO3 അല്ലെങ്കിൽ മഗ്നീഷ്യം, കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ മഗ്നീഷ്യം എലമെന്റ്സ് ഒക്കെ ഉള്ളപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ ഹാർഡ്നെസ് സംഭവിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് സോപ്പൊക്കെ ഹാർഡ്നെസ് ഓഫ് വാട്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പൊ വാട്ടർ സപ്ലൈയില് ഹാർഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ഇപ്പൊ വാട്ടർ ഹാർഡാണെങ്കിൽ സോപ്പ് പതയില്ല അല്ലേ. ഇപ്പൊ ചില വെള്ളത്തിലൊന്നും സോപ്പ് പതയില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം എന്തായിരിക്കും, അവിടെ വാട്ടർ ഹാർഡായിരിക്കും. ഹാർഡായിട്ടുള്ള വാട്ടറിൽ സോപ്പ് പതയില്ല, അത് ശ്രദ്ധിച്ചോളാം. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം വാട്ടർ ഹാർഡാണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഹാർഡ്നെസ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് കാൽഷ്യം ആൻഡ് കാർബണേറ്റ്സ് ആൻഡ് മഗ്നീഷ്യം. ഓക്കെ, കാർബണേറ്റ്സും മഗ്നീഷ്യം ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെയാണ് ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ 2 ടൈപ്പ് ഹാർഡ്നെസ് ഉണ്ട്, ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, അതേപോലെ തന്നെ പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്. അത് ടെമ്പററി ഹാർഡ്നെസ് എന്ന് വെച്ചാൽ അത് നമുക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്ക് പോവും, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ടെമ്പററി ഹാർഡ്നെസ്. ഓക്കെ, ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനന്റ് ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനന്റ് ഹാർഡ്നെസ്. ഓക്കെ, അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് വെച്ചാൽ നമുക്കത് ടെമ്പററി ആണ്. അപ്പോൾ വാട്ടർ നമ്മൾ തിളപ്പിച്ചാൽ, ബോയിൽ ചെയ്താൽ അങ്ങനെ ആ വാട്ടറിന്റെ ഹാർഡ്നെസ് അങ്ങനെ പൊക്കോളും. അതിനെയാണ് നമ്മൾ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. പെർമനന്റ് ഹാർഡ്നെസ് വെച്ചാൽ പോവില്ല, എന്ത് ചെയ്താലും പോവില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പെർമനന്റ് ഹാർഡ്നെസ്. ഇപ്പം ഹാർഡ്നെസ് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് മെഷർഡ് ആസ് മില്ലിഗ്രാം പെർ ലിറ്റർ ആസ് CaCO. ഇങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് ആണ് അതിൻ്റെ, അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, മില്ലിഗ്രാം പെർ ലിറ്റർ ആസ് CaCO3. ഓക്കെ, ഇപ്പോൾ സോഫ്റ്റ് ആണ്, മീഡിയം, ഇപ്പോൾ ഓരോന്നനുസരിച്ചിട്ട്. ഇപ്പം വെരി സോഫ്റ്റ് ആകുമ്പോൾ വളരെ സ്മോൾ വാല്യൂ ആയിരിക്കും, വെരി ഹാർഡ് ആകുമ്പോൾ എക്സ്ട്രീംലി ഹാർഡ് ആകുമ്പോൾ അതിനനുസരിച്ച് ഇത് കൂടി വരും. അതാണ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് മേജർ അയേൺസ് ഇൻ വാട്ടർ. Major ions in water. ഇപ്പോൾ വാട്ടറിലെ മേജർ അയോൺസ് ആണ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയോൺസ്? നമുക്കറിയാം സോഡിയം ഉണ്ട്, പൊട്ടാസ്യം, അങ്ങനെ ഡിഫറെൻറ്റ് അയോൺസ് നമ്മുടെ ഇതിലുണ്ട് അല്ലേ. അപ്പോൾ ആനയോൺസ് ഉണ്ടാവും, കാറ്റയോൺസ് ഉണ്ടാവും. അതായത് പോസിറ്റീവ് അയോൺസിനാണ് നമ്മൾ കാറ്റയോൺസ് എന്ന് പറയുന്നത്, അതുപോലെ നെഗറ്റീവ് അയോൺസിനാണ് നമ്മൾ ആനയോൺസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കാറ്റയോൺസും നമ്മുടെ വാട്ടറിലുണ്ടാവും, അതേപോലെ തന്നെ ആനയോൺസും ഉണ്ടാവും. കാറ്റയോൺസ് ആയിട്ടും വരുന്ന കോമ്പൗണ്ട്സ് അല്ലെ, അയോൺസ്. അപ്പൊ നമുക്ക് എപ്പോഴും ഇതെങ്ങനെ ഉണ്ടാവുക, ഈ അയോൺസ് എങ്ങനെ ഉണ്ടാവുന്നത്? ബിക്കോസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഡിപ്പോസിഷൻ. അപ്പൊ ഇപ്പോൾ എന്തെങ്കിലും വെള്ളം ഫ്ലഡൊക്കെ വന്ന് അടിഞ്ഞു കൂടുമ്പോഴോ അല്ലെങ്കിൽ റെയിൻ വാട്ടറൊക്കെ വരുമ്പോൾ ഇങ്ങനെ അടിഞ്ഞു കൂടില്ലേ, പല സ്ഥലത്തു നിന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെയാണ് ഒഴുകി വാട്ടർ ബോഡീസിലോട്ട് എത്തുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വന്ന് നമ്മുടെ ബോഡീസിലോട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ റോക്ക് വെതറിങ് കൊണ്ടാവാം, റൺ ഓഫ് ഒഴുകി വെള്ളം. ഓക്കെ, അപ്പം അങ്ങനെ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഈ അയോൺസ് ഒക്കെ വാട്ടറിൽ വരുന്നത്. ഓക്കെ, കാറ്റയോൺസും ഉണ്ട്, ആനയോൺസും ഉണ്ട്. മേജറായിട്ട് വരുന്ന കാറ്റയോൺ ആണ് സോഡിയം. സോഡിയം ആണ് നമ്മളെപ്പോഴും അഫക്റ്റ് ചെയ്യുന്നത്. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം എല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോഡിയം എന്ന് പറയുന്നത് നമുക്ക് സോഡിയം ഹെൽത്ത് ആവശ്യമുള്ളതാണ്. കാരണം ഇപ്പോൾ സോഡിയം കുറഞ്ഞു പോയി, സോഡിയം കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ചില ഡോക്ടർമാർക്ക് ചെല്ലുമ്പോൾ
പറയും അയ്യോ ഈ കുട്ടിക്ക് സോഡിയം കുറവാണ്, ഈ കുട്ടിക്ക് സോഡിയം കൂടിപ്പോയി എന്നൊക്കെ പറയും അല്ലേ. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽഷ്യം ഒക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടത് തന്നെയാണ് അല്ലേ. പക്ഷെ അത് കൂടിയാലും കുഴപ്പമാണ്, അതേപോലെ തന്നെ കുറഞ്ഞാലും കുഴപ്പമാണ്. ഓക്കെ, അതിനൊരു ഫിക്സഡ് വാല്യൂ ഉണ്ട്. ആ ലിമിറ്റഡ് ബൗണ്ടറിയിൽ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട്, ആ റേഞ്ചിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകാൻ പാടില്ല അല്ലേ. സോ ഇറ്റ് ഈസ് വെരി ഹൈലി സോൾയുബിൾ ഇൻ വാട്ടർ. ആൻഡ് പൊട്ടാസ്യം ആണെങ്കിൽ എന്താണ്, ഹൈ എസെൻഷ്യൽ ന്യൂട്രീഷൻ എലമെന്റ് ആണ്. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈസിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ് ഡ്രിങ്കിങ് വാട്ടർ. കാൽഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, നമ്മുടെ ബോൺസിനൊക്കെ വേണ്ടതാണ് കാൽഷ്യം അല്ലേ. ടീത്ത് ബോൺസിനൊക്കെ വേണ്ടതാണ്. ഇപ്പോൾ ലൈം സ്റ്റോൺ, വാട്ടർ ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത് തന്നെ കാൽഷ്യമാണ്. വാട്ടർ ഹാർഡ്നെസ് ലൈം സ്റ്റോൺ. ഓക്കെ, ദെൻ മെഗ്നീഷ്യം ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് എലമെന്റ്. പിന്നെന്താണ്, ഇപ്പോൾ മെഗ്നീഷ്യം കൂടിയ എന്ത് സംഭവിക്കുന്ന പറയുമ്പോൾ നമ്മുടെ ടേസ്റ്റ് നഷ്ടപ്പെടും. ടേസ്റ്റ് ബഡ്സിനെ എഫക്ട് ചെയ്യും മെഗ്നീഷ്യം കൂടിയാലും. ഇപ്പോൾ ആനിയോൺസ് ആണെങ്കിൽ ഇപ്പോൾ ക്ലോറിൻ, ഇപ്പോൾ നമ്മുടെ എല്ലാ ഡ്രിങ്കിങ് വാട്ടറിലും ക്ലോറിനുള്ള വെള്ളം തന്നെ അല്ലെ. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എന്തുണ്ട്, ക്ലോറിൻ ഉണ്ട് അല്ലേ. പക്ഷേ അത് നോട്ട് ഹാംഫുൾ അല്ല, പക്ഷെ എന്താണ്, ഹൈ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അത് ഹാംഫുൾ ആണ്. ഓക്കെ, ഹാംഫുൾ അല്ല, പക്ഷെ ഹൈ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അത് ഹാംഫുൾ ആണ്. കാരണം എന്താണ്, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റേഞ്ചിലല്ലാതെ ക്ലോറിൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്ലോറിൻ എന്തിനാ ആഡ് ചെയ്യുന്നത്, ബാക്ടീരിയനൊക്കെ നശിപ്പിച്ച് ആണ്, അതിന് വേണ്ടിയിട്ടാണ് ക്ലോറിൻ ആഡ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ ക്ലോറിൻ തന്നെയാണ് അല്ലേ. പക്ഷെ ക്ലോറിൻ ആഡ് ചെയ്യുന്നത് ഹൈ ലെവലായി പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് അവർ ഹ്യൂമൻ ഹെൽത്ത്. ഓക്കെ, അപ്പോൾ അത് ഒരു മീഡിയം ലെവലിൽ തന്നെ വേണം ക്ലോറിനൊക്കെ ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ സൾഫേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കൈപ്പരസൊക്കെ തരും. സൾഫേറ്റിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ വാട്ടറിന് ചവക്കും. അതുപോലെ ബയോ കാർബണേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഹാർഡ്നെസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ബയോ കാർബണേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, CO3 ഒക്കെ ആണെങ്കിലാണ് ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത് അല്ലേ. നൈട്രേറ്റ് ആണെങ്കിൽ നൈട്രേറ്റ്സ് പക്ഷെ ചെറിയ അംശം വേണമെങ്കിൽ തന്നെ നമുക്ക് ഹാനികരമാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് ഇൻഫൻറ്റ് അല്ലെങ്കിൽ ന്യൂ ബോൺ ചൈൽഡിനൊക്കെയാണ് നൈട്രേറ്റ്സ് ഒക്കെ വളരെ ഹാംഫുൾ ആണ്. ഓക്കെ, ചെറിയ കോൺസെൻട്രേഷൻ തന്നെയാണെങ്കിലും നൈട്രേറ്റ്സ് നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആണ്. ഓക്കെ, അപ്പോൾ മേജർ അയോൺസിന് വാട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതൊക്കെ അയോൺസ് ആണെന്നുള്ളത് എഴുതണം. പിന്നെ ഓരോ അയോൺസിൻ്റെയും പ്രത്യേകത എന്താണെന്നുള്ളതാണ് എഴുതുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നോട്ടിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹെവി മെറ്റൽസ്. നെക്സ്റ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഹെവി മെറ്റൽസ്. അപ്പം ഹെവി മെറ്റൽസ് എന്താണ്, ഹൈ ഡെൻസിറ്റി അല്ലേ. ഹൈ ഡെൻസിറ്റി ഉള്ള മെറ്റൽ ആയിരിക്കും, ആൻഡ് ഇറ്റ്സ് വെരി ടോക്സിക് ആയിരിക്കും. ഇപ്പോൾ ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ചിലപ്പോൾ അത് നല്ല ടോക്സിക് ആയിരിക്കും. അങ്ങനെയുള്ള സബ്സ്റ്റൻസസ് ആണ് എന്ന് പറയുന്നത് ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മെർക്കുറി, മെർക്കുറി, കാഡ്മിയം, ആർസനിക്, ക്രോമിയം, നിക്കൽ, കോപ്പർ, കൊബാൾട്ട്, ലെഡ് ഒക്കെ ഹെവി മെറ്റൽ ആണ്. ഓക്കെ, ലെഡിന്റെ അംശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ മാഗി നൂഡിൽസ് ഒക്കെ നിരോധിച്ചൊക്കെ ഓർമ്മയില്ലേ അല്ലെ. നെസ്റ്റൽ ഉൽപ്പന്നങ്ങളൊക്കെ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ മെറ്റൽസ് ദാറ്റ് വിൽ അഫക്റ്റ് അവർ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന മെറ്റൽസ് ആണ്. ഹെവി മെറ്റൽസ് വെച്ചാൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യും. ഓക്കെ, ഈവൻ ലോ കോൺസെൻട്രേഷനിലാണെങ്കിൽ പോലും, അവരുടെ അളവ് കുറവാണെങ്കിൽ പോലും ഇറ്റ് വിൽ അഫക്റ്റ് അവർ ഹെൽത്ത്. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഹെവി മെറ്റൽസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഹാർംഫുൾ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള വേണമെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഈ ഹെവി മെറ്റൽസ് കാരണം ഉണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ. ഡിസോൾവ്ഡ് ഓക്സിജൻ ഡിസോൾവ്ഡ് ഓക്സിജൻ. എന്താ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് വെച്ചാൽ,
അതായത് വാട്ടറിൽ സോളിബിൾ ആയിട്ടുള്ള ഓക്സിജൻ, അതിനെയാണ് നമ്മൾ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ എമൗണ്ട് ഓഫ് ഗേഷ്യസ് ഓക്സിജൻ ഡിസോൾവ് ഇൻ ആൻ അക്യൂസ് സൊല്യൂഷൻ. ഓക്കെ, അക്യൂസ് സൊല്യൂഷനിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജന്റെ എമൗണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഡിസോൾവ്ഡ് ഓക്സിജൻ.